ഈ കേസിൽ തന്നെ FIR-ൽ RSS എന്നുള്ള പേരേ ഇല്ല. RSS എന്നുള്ള വാക്ക് ഇന്നിപ്പോൾ പവൻ ഖേഡയും പ്രിയങ്ക ഗാന്ധി ആക്കാരെയാണ് ചൂണ്ടിക്കാണത്. FIR-ൽ പോലും ആ പേരില്ല. എന്ന് MA ബേബിയോട് മാധ്യമങ്ങൾ ചോദിച്ചു, FIR-ൽ RSS എന്ന പേരിലല്ലോ. അത് സാങ്കേതികമായ പ്രശ്നം മാത്രമാണ്. അതായത് CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ചെറുപ്പക്കാരൻ RSS-നെതിരെ ആത്മഹത്യാ നോട്ട് എഴുതിയിട്ട് ആത്മഹത്യ ചെയ്തു. എന്നിട്ട് അതിന് ഇടുന്ന FIR-ൽ RSS എന്ന പേരില്ല. അപ്പോൾ അതിലെന്തെങ്കിലും അന്വേഷണം ഉണ്ടാവും? RSS-ലേക്ക് അന്വേഷണം എത്തുമോ? എനിക്ക് തോന്നുന്നില്ല. ആ കാരണം കൊണ്ട് മാത്രമല്ല, ഇനിയിപ്പോൾ വേറൊരു പാർട്ടിയാണ്, കോൺഗ്രസ്സാണ് ഭരിക്കുന്നതെങ്കിൽ എത്തുമോ? ഇല്ല, അത് എത്തില്ല. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ആ കാരണമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരു ഭരണഘടനയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടുണ്ടോ അത്? ആ ഭരണഘടന RSS-കാർ പ്രചരിപ്പിക്കാറുണ്ടോ? അവർ വായിക്കാറുണ്ടോ? ഇല്ല. കാരണം അവർ ആ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല. ആ ഭരണഘടന ഉണ്ടാവാനുള്ള കാരണം എന്താണ്? മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ ആ നിരോധനം നീക്കാൻ നിങ്ങൾ സംഘടനാപരമായ തെരഞ്ഞെടുപ്പ് നടത്തണം, ഭരണഘടന വേണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഈ ബാൻ നീക്കാൻ വേണ്ടി മാത്രം അവർ തട്ടിക്കൂട്ടിയൊരു ഭരണഘടനയാണ് അവർ ചുമന്നുകൊണ്ട് കാണുന്നത്. അവരത് വായിക്കാറോ പ്രചരിപ്പിക്കാറോ ഇല്ല. പബ്ലിക് ഡൊമൈനിൽ അത് ലഭ്യമാണ്, പക്ഷേ അവരത് പ്രചരിപ്പിക്കാറില്ല. അപ്പോൾ ഒരു ഭരണഘടന പിൻപറ്റാത്ത, ഇൻറ്റേർണൽ തെരഞ്ഞെടുപ്പുകൾ നടത്താത്ത ഒരു സംഘടനയാണത്. ഇനി മറ്റൊരു കാര്യം, ഒരാളെ നമ്മളിങ്ങനെ RSS-കാരെന്ന് വിളിക്കുക, ഒരാൾ RSS സംഘമാണെന്ന് എങ്ങനെ പറയും? അവർക്ക് അംഗത്വ രജിസ്റ്റർ ഇല്ല. ഞാൻ RSS-കാരനാണെന്ന് പറഞ്ഞാൽ ഞാൻ RSS-കാരനാണ്. നാളെ ഞാൻ RSS-കാരനല്ല എന്ന് പറഞ്ഞാൽ അല്ല. അല്ലെങ്കിൽ RSS-ൻ്റെ സർസംഘചാലക പറയുകയാണ് എൻ്റെ കീഴിൽ ആരുമില്ല, അല്ലെങ്കിൽ 10 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അവർ പറയുന്നതാണ് കണക്ക്. അപ്പോൾ ഒരാൾ RSS-കാരനാണോ അല്ലയോ എന്ന് പോലും തീരുമാനിക്കാൻ കഴിയില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം, ഈ രഹസ്യ സ്വഭാവത്തെക്കുറിച്ചാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്ന് ഗോൾവാർക്കറോട് പറഞ്ഞത് ഈ രഹസ്യഭാവം പാടില്ല എന്ന്. കാരണം അവരാരാണ് ശാഖ പരസ്യമായിട്ടാണ് നടത്തുന്നത് എന്നവർ പറയുന്നു. അതിലാർക്കും പങ്കെടുക്കാം. ശാഖയെ പങ്കെടുക്കുന്നവരൊക്കെ RSS-കാരാണ്. അങ്ങനെയാണെങ്കിൽ ശാഖയെ പങ്കെടുത്ത് എല്ലാവരും RSS-കാരായിട്ട് കണക്കാക്കുമോ? അതുമില്ല. നാഥുറാം വിനായക് ഗോഡ്സെ RSS-കാരനല്ല എന്നാണ് RSS-കാർ പറയുന്നത്. അതേസമയം വിനായക് ഗോഡ്സെയുടെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ പറയുന്നു അങ്ങനെയല്ല, അയാൾ മരിക്കുന്നവരെ RSS-കാരനാണെന്ന് പറയുന്നു. ആര് പറയുന്നു വിശ്വസിക്കും? RSS-കാർ പറയുന്ന അയാൾ RSS-കാരനല്ല. മഹാത്മാഗാന്ധി കൊന്ന വിനായക് ഗോഡ്സെ RSS-കാരനല്ല എന്ന് RSS-കാർ പറയുന്നു. അതല്ല, മരിക്കും വരെ അദ്ദേഹം RSS-കാരനായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെയുടെ ബന്ധുക്കൾ പറയുന്നു. ആര് പറയുന്നു? നമ്മൾ വിശ്വസിക്കും? അവർക്ക് അങ്ങനത്തെ രജിസ്റ്റർ ഇല്ല. അപ്പോൾ ഈ രഹസ്യ സ്വഭാവം ആ സംഘടനയെ ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങോട്ട് അന്വേഷിക്കും? ആരെക്കുറിച്ച്, ഏത് ശാഖയെക്കുറിച്ച് അന്വേഷിക്കും? അങ്ങനെ ഒരു ശാഖയേ ഇല്ല. ഇപ്പോൾ അനന്തു അജി പങ്കെടുത്ത ശാഖ, അദ്ദേഹത്തിന് പീഡനമേറ്റു എന്ന് പറയുന്ന ശാഖ, അല്ലെങ്കിൽ അവരുടെ ശിക്ഷക് വർഗ്, അങ്ങനെ എന്തെങ്കിലും ക്യാമ്പ്, അങ്ങനെ ഒരു ക്യാമ്പേ ഇല്ല. ഞങ്ങളുടെ ക്യാമ്പിനൊരു തെളിവില്ല, ഞങ്ങളുടെ ക്യാമ്പിൽ മിനിറ്റ്സ് ഇല്ല, അങ്ങനത്തെ രജിസ്റ്റർ ഇല്ല, ആരും പങ്കെടുക്കുന്ന രേഖയില്ല. പോലീസ് അവിടെ പോയി അന്വേഷിക്കും. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, RSS-ൽ ക്രിമിനലുണ്ടോ എന്നാണ്. അപ്പോൾ RSS ഒരു സംഘടന എന്ന നിലയിൽ നടത്തുന്ന ക്രൈമുകളെ പറ്റി നമുക്കറിയാം. ഇപ്പോൾ കണ്ണൂരിലെ ബോംബേർ, വ്യത്യസ്ത കലാപങ്ങളിൽ അവർക്കുള്ള പങ്ക്, അതുപോലെ സ്വാമി അസീമാനന്ദയുടെ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ട ഇന്ത്യയിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സംഘടന തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ എടുത്ത് നടത്തിയ കാര്യങ്ങളായിരിക്കും. സാധ്വി പ്രഗ്യാ സിംഗിൻ്റെയൊക്കെ ഉദാഹരണം നമുക്കറിയാം. അപ്പോൾ അതല്ലാതെ അവരുടെ ഇൻറ്റേർണൽ ഓർഗനൈസേഷനിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ എല്ലാ സംഘടനകളിലും ഉള്ള പോലെ അതിലുണ്ടാവും എന്നേ പറയാൻ കഴിയൂ. ഇപ്പോൾ ശിശു പീഡകരായ ആളുകൾ എല്ലാ സംഘടനകളിലും, എല്ലാ മതവിഭാഗങ്ങളിലും, എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടാവും. അതുപോലെ RSS-ലുണ്ട്. അതിൽ കൂടുതലോ കുറവോ എന്നോ നമുക്ക് കണക്കില്ല നമ്മുടെ മുമ്പിൽ. അതിൽ RSS-ൽ അണിചേർന്ന എല്ലാവരും ശിശു പീഡകരാണ് എന്നൊരു ജഡ്ജ്മെൻറ്റ് നമുക്ക് എത്താൻ കഴിയില്ല. അതിലും ഉണ്ടാവും. ഏറിയോ കുറഞ്ഞാൽ കൂടുതലോ കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കേണ്ടതാണ്. അത് RSS-ആണ് കണ്ടെത്തേണ്ടത്. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? അതില്ല. അത് പോട്ടെ, അവർ ഇതുവരെ ചെയ്തു പോകുന്ന അവരുടെ ഇൻറ്റേർണൽ ക്രൈമുകൾ, അവർ സമൂഹത്തോട് ചെയ്യുന്ന ക്രൈമുകളെ കുറിച്ചല്ല, അവരുടെ ഇൻറ്റേർണൽ നടന്നിട്ടുള്ള ക്രൈമുകൾ എത്ര ഇത് വെച്ച് നോക്കുമ്പോൾ എത്രയോ അധികം ഉണ്ടെന്നറിയോ? എത്രയോ RSS-കാരാൽ തന്നെ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രഗ്യാ സിംഗ് ഠാക്കൂറിൻ്റെ ഒപ്പം വിവിധ സ്ഫോടനങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട സുനിൽ ജോഷി എങ്ങനെ കൊല്ലപ്പെട്ടത്? ഉടുപ്പിയിൽ, കർണാടകയിൽ ഉടുപ്പിയിലാണ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. കൊന്നതിൻ്റെ പേരിൽ പ്രഗ്യാ സിംഗ് ഠാക്കൂർ തന്നെ പ്രതി ചേർക്കപ്പെട്ടതാണ്. അത് ഈ ബോംബ് സ്ഫോടനങ്ങളെ കുറിച്ചുള്ള മുഴുവൻ വിവരം അറിയാവുന്ന ആളായിരുന്നു സുനിൽ ജോഷി. അവർ തന്നെ തട്ടിക്കളഞ്ഞു. ഇനി അത് പോട്ടെ, ജനസംഘത്തിൻ്റെ ആചാര്യൻ, BJP-യുടെ ഐഡിയോളജിയുടെ ഉപജ്ഞാതാവായ ദീൻ ദയാൽ ഉപാധ്യായ എങ്ങനെ മരിച്ചത്? ദീൻ ദയാൽ ഉപാധ്യായ UP-യിലെ ഒരു റെയിൽവേ സ്റ്റേഷന് തൊട്ടപ്പുറം ട്രെയിനിൽ നിന്ന് വീണ പോലെ മരിച്ചു കിടക്കുകയാണ്, റെയിൽപാളത്തിനടിയിൽ. അതായത് ഇന്ന് JP നഡ്ഡയെ പോലെയോ അമിത്ഷായെ പോലെയോ നരേന്ദ്രമോദിയെ പോലെ പ്രമുഖനായ അന്നത്തെ ജനസംഘ നേതാവാണ്. ഒന്നാലോചിക്കുക, തല്ലിക്കൊന്നിട്ടിരിക്കുകയാണ്. തല്ലിക്കൊന്നിട്ട് പോലെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുകയാണ്. ആദ്യം കേസ് അന്വേഷിച്ച് വന്നപ്പോൾ എന്താണ്, 2 പേര് മോഷണ ശ്രമത്തിനിടെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതാണെന്ന് പറഞ്ഞു. അവരെ കോടതി വെറുതെ വിട്ടു. ഒരു തെളിവില്ല. അവർ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു തെളിവില്ല എന്ന് പറഞ്ഞാൽ കോടതി വെറുതെ വിട്ടു. ബൽരാജ് മാധോക്ക് എന്ന് പറയുന്ന RSS-ൻ്റെ ബുദ്ധിജീവി ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലാണ് പറയുന്നത് ഇത് അയാളെ BJP-ക്കാർ തന്നെ. അതായത് വാജ്പേയിയും
വാജ്പേയിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത്. വാജ്പേയി കൊല്ലിച്ചതാണെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. അത് പിന്നീട് BJP നിഷേധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലപ്പെട്ട എത്രയോ ആളുകളുണ്ട് ആർഎസ്എസിനകത്ത്. അവർ തന്നെ വകവരുത്തി, അവർ തന്നെ തീർത്തറിഞ്ഞ എത്രയോ മനുഷ്യർ. ഇനി ഞാൻ വേറൊറ്റ ഉദാഹരണം പറയാം. എന്തുകൊണ്ട് RSSനെതിരെ ഇന്ത്യയിൽ ഒരു സർക്കാരിന് നടപടി എടുക്കാൻ കഴിയില്ല എന്നതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. പാലക്കാട് ബോംബ് സ്ഫോടനം ഓർമ്മയുണ്ടോ? സ്കൂളിൽ ബോംബ് അതെന്തായി? എന്തായിരുന്നു ഇവിടെ ബഹളം? RSS നടന്ന സ്കൂളിൽ നിന്ന് സ്ഫോടവസ്തു കണ്ടെടുക്കുന്നു. ആ സ്ഫോടവസ്തു പൊട്ടി കുട്ടിക്ക് പരിക്കേൽക്കുന്നു. ആളുകൾ DYFIക്കാർ മാർച്ച് നടത്തുന്നു. CPM ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. SP-ക്ക് പരാതി കൊടുക്കുന്നു. മന്ത്രി V. ശിവൻകുട്ടി പറയുന്നു സ്കൂളിൻ്റെ അനുമതി ഇപ്പം റദ്ദാക്കുമെന്ന് പറയുന്നു. എന്നിട്ട് റദ്ദാക്കിയ അതാണ് RSS. അപ്പോൾ ഇത് ഞാൻ RSSനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി പറയുന്നതല്ല. RSSനെ കൺഫ്രണ്ട് ചെയ്യാൻ, RSSനെ റെഗുലേറ്റ് ചെയ്യാൻ, RSSനെ ഓഡിറ്റ് ചെയ്യാൻ, RSSനെ അക്കൗണ്ടബിൾ ആക്കാൻ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെടുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പരാജയപ്പെടാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തെ തുടർന്ന് ആ സംഘടന നിരോധിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേൽ അവരെ വരച്ച വരയിൽ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന പലവട്ടം ഭേദഗതി ചെയ്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെയും നാഷണൽ ഫ്ലാഗിനെയും അംഗീകരിക്കുന്ന ഘട്ടം വരെ അവിടെ എത്തി. അവരിപ്പോൾ നാഗ്പൂർ ആസ്ഥാനത്ത് അവർ കൊടി ഉയർത്തുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായി ആ സംഘടനയെ ഇന്ത്യൻ ഭരണഘടനയുടെ വരുതിയിലാക്കാൻ, ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരാൻ ഇന്ത്യയിൽ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. അത് കഴിയുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട്, അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംസ്ഥാന സർക്കാരുകളുണ്ട്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, വെസ്റ്റ് ബംഗാളിൽ മമത. പക്ഷേ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് അത്രമാത്രം RSSനെ വരുതിയിലാക്കാനുള്ള ശക്തി പോരാ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.